ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിൽ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയിട്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ്. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. So let's go. This is Iqbal also. Welcome back to my new video. ഇന്ന് നമ്മൾ പറഞ്ഞ നമുക്കറിയാം എൻ്റെ മുൻ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ട് എങ്ങനെ നമുക്കതിൽ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കി നോക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മളെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് വേസ്റ്റ് അല്ലേ, ഒരുപാട് കവറുകളുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടുകൾ, കുപ്പികൾ, ഹാർഡ് പ്ലാസ്റ്റിക്, സോഫ്റ്റ് പ്ലാസ്റ്റിക്, അങ്ങനെ വേണ്ട നമുക്ക് ചുറ്റും, നമ്മുടെ വീടിന് ചുറ്റും, നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റും, നമ്മളെ ഷോപ്പുകൾ, ഏത് ഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം എന്താ പറയുക, പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഇതിൽ നമുക്ക് മറ്റൊരാൾ ബിസിനസ് തുടങ്ങിയതിൻ്റെ പേരിൽ നമ്മളെ ബിസിനസ്സിന് സാധ്യത ഇല്ലാതാവുകയോ അങ്ങനത്തെ ഒരു സംഭവമില്ല. എത്ര തുടങ്ങിയാലും എത്ര വലിയ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അതിനെല്ലാം വളരെയധികം 100% സാധ്യതയുള്ള ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഏറ്റവും മാർക്കറ്റിലെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പെറ്റ് ബോട്ടിൽ ഐറ്റംസ്. ഈ പെറ്റ് ബോട്ടിലിനെ തന്നെ നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഒരു ചെറിയ ക്രഷിങ് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റീസൈക്ലിംഗ് രീതി എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് അല്ലെങ്കിൽ ഒരു പെറ്റ് ബോട്ടിൽ റീസൈക്ലിംഗ് വാഷിംഗ് ലാൻഡ് എന്ന് പറയുന്നത് അതൊരു വലിയ പ്രോസസ്സാണ്. അത് അതിനെ ആദ്യം നമ്മൾ ഫസ്റ്റ് അതിനെ നമ്മൾ അതിൻ്റെ ലാബിൽ റിമൂവ് ചെയ്യും. അതിനൊരു മെഷീൻ വേണം. ക്യാപ്പ് റിമൂവ് ചെയ്യാനൊരു മെഷീനുണ്ട്. അതിന് ഡസ്റ്റ് ക്ലീൻ ചെയ്യാനൊരു മെഷീനുണ്ട്. അതിനെ ക്രഷ് ചെയ്യുന്നത് വേറൊരു മെഷീനാണ്. അതിനെ ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ട് അതിന് ഹോട്ട് വാട്ടറിൽ അതിന് വാഷ് ചെയ്തെടുക്കുന്ന ഒരു മെഷീനുണ്ട്. അതിന് കോൾഡ് വാട്ടറിൽ അതിനെ വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ പശ അതിമുള്ള എല്ലാ കെമിക്കൽസും എടുത്തു കളയുന്ന രീതിയിലുള്ള ക്ലീനിങ് അതിന് ചെയ്യണം. അതിനെ വേറെ രീതിയിൽ ക്രഷ് ചെയ്യണം, ഫ്ലൈക്സ് ആക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വാഷിംഗ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള കമ്പനികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ സ്റ്റെപ്പിൽ നമുക്ക് ഒരു സംഭവം തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്. നമുക്ക് ജസ്റ്റ് ബോട്ടിൽ കളക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്വന്തം ആക്രിക്കട, നമ്മളെ തൊട്ടടുത്തുള്ള ആക്രിക്കടകൾ, അല്ലെങ്കിൽ മറ്റ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ബോട്ടിലുകൾ സോഴ്സ് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് ഒരൊറ്റ മെഷീൻ്റെ സഹായത്തോടെ, ഒരു ക്രഷർ മെഷീൻ്റെ സഹായത്തോടെ, നമ്മളതിൽ വേറെ ഒരൊറ്റ പ്രോസസ്സിലൂടെ, ഓൺലി വൺ പ്രോസസ്സിലൂടെ മാത്രം നമ്മൾ വേസ്റ്റ് ബോട്ടിലുകൾ എടുക്കുന്നു, മെഷീനിലിടുന്നു, ആ മെഷീനിൽ അത് ക്രഷ് ചെയ്യുന്നു. അതിനെ ക്രഷ് ചെയ്ത് നമ്മളൊരു 50 കിലോ അല്ലെങ്കിൽ 25 കിലോ 50 കിലോയുടെ ചാക്കിൽ അതിനെ പാക്ക് ചെയ്ത് അതിൻ്റെ ആവശ്യക്കാർക്ക് നമ്മൾ അതിനെ വിട്ടുകൊടുക്കുന്നു. ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെറുതായിട്ട് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഇതിലൊരു ചെറിയ ഷെഡ് സെറ്റ് ചെയ്ത് അതിലൊരു മെഷീൻ കൊടുന്ന് വെച്ചാൽ, മെഷീൻ എന്ന് പറയുന്നത് ചെറിയൊരു മെഷീനാണ്. നമുക്ക് കണ്ടിട്ടില്ലേ, ഒരു ATM മെഷീനെ കണ്ടിട്ടില്ലേ? ആ ATM മെഷീൻ്റെ ഒക്കെ ഒരു വലിപ്പം വരുന്നൊരു മെഷീൻ, അതാണ് ഒരു ക്രഷർ മെഷീൻ എന്ന് പറയുന്നത്. അത്ര വലിപ്പം വരുള്ളൂ. ആ ഒരു മെഷീൻ കൊടുന്ന് വെച്ച് നമുക്ക് എന്തിനാണ് നമുക്ക് സ്പേസ് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റോ മെറ്റീരിയലും ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഔട്ടും നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളോട് കാണണം. അതിന് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് ഷെഡ് എന്ന് പറയുന്നത്. ഇതടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കാൻ ഒരുപാട് കമ്പനികളും ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇന്ത്യ മാർട്ട്, അതുപോലെ ഇതിൻ്റെ തന്നെ സ്ക്രാപ്പ് സൈറ്റുകൾ ഒരുപാടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇതിൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടും. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കും. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവരതിനെ കളക്ട് സ്വീകരിക്കും. 1 കിലോ ഏറ്റവും പോയി കഴിഞ്ഞാൽ 5 to 10 rupees 10 rupees ഓഫർ ചെയ്യുന്ന കമ്പനികളുണ്ട്. ആ ഒരു കമ്പനിയുടെ നമ്പറാണ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അവർ തന്നെ നിങ്ങൾക്ക് മെഷീൻ പ്രൊവൈഡ് ചെയ്യും. ആ മെഷീനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് നിങ്ങൾക്ക് അവർക്ക് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഇതിൽ പല റേറ്റിലും ഇതിനെ ബൈ ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപക്ക് പ്രോഫിറ്റിൽ എടുക്കുന്നവരുണ്ട്, 10 രൂപ പ്രോഫിറ്റിൽ എടുക്കുന്നവർ, 7 രൂപ പ്രോഫിറ്റിലും 2 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് മെത്തേഡ് അനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ചിട്ടായിരിക്കും ഇതിന് ഓരോരുത്തർ റേറ്റ് പറയുക. സോ ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇതിങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീടിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു മെഷീൻ വെക്കാൻ ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ മറ്റു സൈഡിലോട്ടൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന പോലെ സ്പേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിനൊരു ബിസിനസ് രീതിയാക്കി കണ്ട് ഇതിനെ നല്ല രീതിയിൽ ഇതിനെ ബിസിനസ് ചെയ്ത് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 1000-2000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഏരിയ കണ്ടെത്തി സെറ്റ് ചെയ്ത് ഷെഡ് സെറ്റ് ചെയ്ത് അതിൽ മെഷീൻ കൊടുന്ന് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ ഒരു ദിവസം ഒരു ടണ്ണോ അല്ലെങ്കിൽ 2 ടണ്ണോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മാസം ഒരു 5-10 ലക്ഷം രൂപയിൽ കുറഞ്ഞ ഒരു കളിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അത്രയ്ക്കും പ്രോഫിറ്റും അത്രയ്ക്കും ബെനിഫിറ്റുള്ള ഒരു കിടിലൻ സംവിധാനമാണ്, ബിസിനസ് ഐഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ് ഞാൻ അന്ന് നിങ്ങളോട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സോ ഇതിൻ്റെയും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇത് ഏതൊരാൾക്കും ഇതിനെ ഇനിയിപ്പോൾ ഒരു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾക്ക് ഏതൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് അതിന് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതാണ് നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പഠിക്കണം. ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ്, ഇതിൻ്റെ ഒരു റോ മെറ്റീരിയൽ, നമുക്ക് വേണ്ട വേസ്റ്റിൻ്റെ റോ മെറ്റീരിയലിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റും അതേപോലെ തന്നെ നമ്മൾ സെല് ചെയ്യുന്ന നമ്മുടെ ഔട്ടിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ, ഡെയിലി മാർക്കറ്റ് വേരിയേഷൻ ഉണ്ടാവും. അത് ചെറിയ വേരിയേഷനാണ് ഉണ്ടാവുക. പക്ഷേ ആ മാർക്കറ്റിനെ നമ്മൾ സ്റ്റഡി ചെയ്ത് അതിനെ പഠിച്ച് വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സെറ്റപ്പാണ് ഒരു പ്ലാസ്റ്റിക് ക്രഷർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ അത് നമ്മളെ ഈ മുനിസിപ്പാലിറ്റിക്കാൻ തീർച്ചയായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ മെഷീനൊക്കെ കൊടുന്ന് വെച്ച് ക്രഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ക്രഷ് യൂണിറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു ബിസിനസ് രീതിയാക്കി കണ്ടു. ചെറിയ ഒരു ഷെഡെല്ലാം സംവിധാനിച്ച് അവിടെ ഒരു മെഷീൻ കൊടുന്ന് വെച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മാസം ഒരു മണിക്കൂറിൽ നമ്മൾ ഒരു 100 കിലോ നമ്മൾ ഫോക്കസ് ചെയ്താൽ 8 മണിക്കൂർ 10 മണിക്കൂർ 10 മണിക്കൂർ കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 കിലോനായി. ഒരു മാസം വർക്ക് ചെയ്താൽ 30,000 കിലോനായി. 30,000 കിലോമേ ഇൻറ്റു ഒരു 5 രൂപ വെച്ചിട്ട് മിനിമം വേണ്ട ഒരു 10 രൂപ 5 രൂപ മിനിമം, ഏറ്റവും മിനിമം 10 രൂപ വരെയും കൂട്ടാൻ നിങ്ങൾക്ക് കൂട്ടി വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ലാഭം എത്രയാണ്, വരുമാനം എത്രയാണെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ഇക്ബാൽ ഓജോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.